മന്ത്രിയായിരിക്കെ മരുമകളെ മന്ത്രിമന്ദിരത്തിൽ നിയമിച്ചതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് വിശദീകരണം പി.കെ. ശ്രീമതി ടീച്ചർ ഫേസ്ബുക്കിലൂടെ നൽകിയിരിക്കുന്നു. മാധ്യമങ്ങളും ബി.ജെ.പി. കോൺഗ്രസ് നേതാക്കളും ആരോപിക്കുന്നത് പോലെ മരുമകൾ പെൻഷൻ വാങ്ങുന്നില്ല, പെൻഷൻ അപേക്ഷിക്കുക പോലും ചെയ്തിട്ടില്ലെന്നും ശ്രീമതി ടീച്ചർ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. വിശദീകരണവുമായി ഫേസ്ബുക്കിലൂടെ ടീച്ചർ നൽകിയതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ സുനിൽ അരിമാനൂർ നൽകും. സുനിൽ, വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ശ്രീമതി ടീച്ചർ MP വിശദീകരണം നൽകിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഊന്നി പറയുന്നുണ്ട്? പ്രതീക്ഷ, നേരത്തെ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് വിവാദം ഉയർന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് പി.കെ. ശ്രീമതി MP വിശദീകരണം നടത്തിയിരിക്കുന്നത്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് വിശദീകരണം നടത്തിയിരിക്കുന്നത്. അവർ നടത്തിയിരിക്കുന്ന വിശദീകരണം ഇങ്ങനെയാണ്: പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഞാൻ ഇടുന്നത്. എങ്കിലും 10 കൊല്ലം മുമ്പ് നടന്നത് എന്താണ് എന്ന് വ്യക്തമാക്കണം എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. പാർട്ടിക്ക് പോറലേക്കാതിരിക്കാൻ അന്ന് ഞാൻ മൗനം ദീക്ഷിച്ചു. മന്ത്രിഭവനത്തിൽ 3 തസ്തികകളിലേക്ക് ആളുകളെ സ്വന്തം ഇഷ്ടപ്രകാരം അതാത് മന്ത്രിമാർക്ക് നിശ്ചയിച്ച് നിയമിക്കാം എന്ന് പാർട്ടി തീരുമാനം സെക്രട്ടറി തന്നെയാണ് അറിയിച്ചത്. അനുവാദം വാങ്ങി ഞാൻ എൻ്റെ മകൻ്റെ ഭാര്യയെ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. ബന്ധുക്കളെ മന്ത്രിമന്ദിരത്തിൽ നിശ്ചയിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. ബിരുദധാരികളെ ആയ എല്ലാവരെയും അപ്ഗ്രേഡ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ സ്റ്റാഫിലുള്ളവരെയും അപ്ഗ്രേഡ് ചെയ്തു. അതിൽ എൻ്റെ മകൻ്റെ ഭാര്യയെ ചേർത്തത് ശരിയായ നടപടി ആയിരുന്നില്ല. എന്നാൽ മീഡിയ ശക്തമായ വിമർശനം എനിക്ക് നേരെ മാത്രം ഉയർത്തി. പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് രാജിവെച്ചു. ഇപ്പോൾ മീഡിയയും BJP കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് പോലെ എൻ്റെ മോൻ്റെ ഭാര്യ പെൻഷൻ വാങ്ങുന്നില്ല, പെൻഷന് അപേക്ഷിച്ചിട്ട് പോലും ഇല്ല എന്ന കാര്യവും വ്യക്തമാക്കുന്നു എന്നാണ് പി.കെ. ശ്രീമതി MP ഇപ്പോൾ ഫേസ്ബുക്ക് പേജിലൂടെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിട്ടുള്ള വിവാദവുമായി ബന്ധപ്പെട്ട ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. കാരണം അന്ന് മന്ത്രിയായിരുന്ന സമയത്ത് മരുമകളെ നിയമിച്ചതും അതിനുശേഷം അപ്ഗ്രേഡ് ചെയ്ത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചതടക്കം നിരവധി ആരോപണങ്ങളാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. ഇതിന് ഇപ്പോൾ ശ്രീമതി മറുപടി നൽകിയിരിക്കുകയാണ്. ആ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ വിവാദം പല തരത്തിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എത്രത്തോളം തൃപ്തികരമായ മറുപടിയാണ് ഉണ്ടായിരിക്കുന്നത്? പാർട്ടി ഘടകം ഈ വിശദീകരണത്തെ ഏത് രീതിയിൽ ഉൾക്കൊള്ളും? മാത്രമല്ല, വിവാദങ്ങളൊക്കെ ഏത് തലത്തിലാണിപ്പോൾ പാർട്ടി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രതീക്ഷ, ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ വ്യക്തമാക്കിയതാണ്. ഇക്കാര്യങ്ങളെല്ലാം പാർട്ടി പരിശോധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യോഗ്യതയുള്ളവർക്ക് നിയമനം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടിക്ക് യാതൊരു എതിർപ്പുമില്ല. അതുപോലെ തന്നെ പാർട്ടി അംഗങ്ങൾ ഈ നിയമനം ലഭിച്ചതുകൊണ്ട് അത് പാർട്ടി അംഗങ്ങളായതുകൊണ്ട് അവരെ നിയമിക്കാതിരിക്കാൻ കഴിയുകയുമില്ല എന്നുള്ളൊരു കാര്യവും ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കുകയുണ്ടായി. പ്രധാനമായും ആരോപണം ഉയർന്നത് പി.കെ. ശ്രീമതി MP-യുടെ മരുമകളും അതുപോലെ ഇപ്പോൾ വിവാദത്തിൽ വന്നിരിക്കുന്നത് അവരുടെ മകന് എതിരെയുമാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ വ്യവസായ വകുപ്പ് മന്ത്രി കൂടിയായ EP ജയരാജനെതിരെയുമാണ് പ്രതിപക്ഷവും അതുപോലെ തന്നെ BJPയും ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇക്കാര്യം വിശദമായി തന്നെ വരുന്ന പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യം ചർച്ച ചെയ്യും, വേണ്ടതുപോലെ ഇത് പരിശോധിക്കുമെന്നുള്ള സൂചന സെക്രട്ടറി തന്നെ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ശ്രീമതി തൻ്റെ ഭാഗം ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വ്യക്തമാക്കി. അതിൽ മകനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഏതെങ്കിലും തരത്തിൽ സൂചിപ്പിക്കുന്നുണ്ടോ? മകൻ്റെ കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ പരാമർശിച്ചിട്ടില്ല. മരുമകൾക്ക് ജോലി നൽകിയതുമായി ബന്ധപ്പെട്ട് മരുമകൾ ആദ്യം കുക്കായിട്ടാണ് ജോലിക്ക് കയറിയത്. അതിനുശേഷം അവരെ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി റാങ്കിലേക്ക് വന്നു. അപ്പോൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഇതിലേക്ക് വന്നതിനെ ബന്ധപ്പെട്ടും അതിനുശേഷം 2.5 വർഷത്തിന് ശേഷം വിവാദമുണ്ടായപ്പോൾ അവർ രാജിവെച്ചുവെന്നും പെൻഷൻ വാങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്. ഇതിന് ഇത്രയും ദിവസം മറുപടി പറയാതിരുന്ന പി.കെ. ശ്രീമതിയാണ് ഇപ്പോൾ വളരെ വിശദീകരിച്ചുകൊണ്ട് ഇത് പാർട്ടി സെക്രട്ടറിയുടെ അറിവോടുകൂടിയായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം നടന്നത് എന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതാണ് ഞാൻ വിശദീകരിച്ചുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ അറിവിലേക്ക് കൂടി വായിച്ചത്. മന്ത്രിയായിരിക്കെ മരുമകളെ മന്ത്രിമന്ദിരത്തിൽ നിയമിച്ചതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കാണ് ഇപ്പോൾ പി.കെ. ശ്രീമതി ടീച്ചർ ഫേസ്ബുക്കിലൂടെ വിശദീകരണം നൽകിയിരിക്കുന്നത്.